നമസ്കാരം. കോവിഡ് മഹാമാരിയെ ലോകം മറക്കാനിടയില്ല. അത്രയേറെ ദുരിതമാണ് കോവിഡ് ലോകത്തിന് നൽകിയത്. കോടിക്കണക്കിന് ആളുകളാണ് കോവിഡ് മൂലം മരണപ്പെട്ടത്. അതിജീവിച്ച പലർക്കും മറ്റു ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. ഉറ്റവരെയും ഉടയവരെയും ആരോഗ്യവും ജോലിയും സമ്പത്തുമെല്ലാം കോവിഡ് കവർന്നെടുത്തു. ലോകം കോവിഡിനെ അതിജീവിച്ച് വരുന്നതേയുള്ളൂ. അപ്പോഴാണ് ഇടുത്തി പോലെ കോവിഡ് തിരിച്ചു വരുന്നു എന്ന വാർത്ത വന്നിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടന അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ടിലാണ് കോവിഡ് കേസുകൾ ഉയരുന്നതിനെക്കുറിച്ച് പറയുന്നത്. വിവിധ രാജ്യങ്ങളിൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ വർദ്ധിച്ചു വരുന്നുണ്ടെന്നും കൂടുതൽ വകഭേദങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെന്നുമാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. 84 രാജ്യങ്ങളിൽ കോവിഡ് പോസിറ്റീവ് കേസുകളുടെ ശതമാനം വർദ്ധിച്ചെന്നും കൊറോണ വൈറസിന്റെ ഗുരുതരമായ വകഭേദങ്ങൾ വൈകാതെ തന്നെ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നുമാണ് ലോകാരോഗ്യ സംഘടന അറിയിച്ചിരിക്കുന്നത്. കൂടാതെ കോവിഡ് രോഗം ഇപ്പോഴും നമുക്കിടയിൽ തന്നെ ഉണ്ടെന്നും പല രാജ്യങ്ങളിലും ഇവ പടരുന്നുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയുടെ അംഗമായ ഡോക്ടർ മരിയ വാൻ കെർവോവ് വ്യക്തമാക്കി. മരിയയുടെ വാക്കുകളിലേക്ക് വരികയാണെങ്കിൽ, കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കോവിഡ് പോസിറ്റീവ് കേസുകളുടെ ശതമാനം കൂടുകയാണെന്നാണ് 84 രാജ്യങ്ങളിൽ നിന്നും തങ്ങൾ ശേഖരിച്ച വിവരങ്ങളിൽ നിന്നും മനസ്സിലാകുന്നതെന്നും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% മുകളിലാണ്. ഓരോ പ്രദേശത്തും പോസിറ്റീവ് കേസുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. യൂറോപ്പിൽ പോസിറ്റിവിറ്റി നിരക്ക് 20% മുകളിലാണ്. വേനൽക്കാലത്ത് വൈറസ് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിച്ചതായാണ് മനസ്സിലാക്കുന്നത്. US പ്രസിഡന്റ് ജോ ബൈഡന് രോഗം ബാധിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ 40ഓളം അത്ലറ്റുകൾക്ക് കോവിഡോ ഇതുമായി ബന്ധമുള്ളതോ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്ക, യൂറോപ്പ്, പസഫിക് മേഖലകളിൽ പുതിയ തരംഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗം കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുന്നത് തടയാനായി കർശന നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും കഴിഞ്ഞ 18 മാസത്തോളമായി വാക്സിനുകളുടെ ലഭ്യത കുറഞ്ഞിട്ടുണ്ടെന്നും മറിയ പറഞ്ഞു വെക്കുന്നുണ്ട്. 2019 ചൈനയിലെ വുഹാൻ ലാബിൽ നിന്നായിരുന്നു കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത്. പനി, ക്ഷീണം, ചുമ, ശ്വാസതടസ്സം, മണവും രുചിയും നഷ്ടപ്പെടൽ എന്നിവയായിരുന്നു കോവിഡിന്റെ ലക്ഷണങ്ങൾ. എന്നാൽ ചിലരിൽ ഈ ലക്ഷണങ്ങളൊന്നും പ്രകടമായിരുന്നില്ല. ബാധിച്ചവരിൽ പലർക്കും മാസങ്ങളും വർഷങ്ങളും പിന്നിട്ടിട്ടും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ശാരീരികമോ സാമൂഹികമോ ആയ അകലം പാലിക്കൽ, ക്വാറന്റൈൻ, ഇൻഡോർ സ്പേസുകളുടെ വായുസഞ്ചാരം, പൊതുസ്ഥലത്ത് മാസ്കുകൾ ധരിക്കൽ ഇവയൊക്കെയായിരുന്നു പ്രതിരോധത്തിനായി ചെയ്തിരുന്നത്. നിരവധി വാക്സിനുകൾ കണ്ടെത്തുകയും അവ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. കോവിഡ് കാലത്ത് ആരോഗ്യ മേഖലയിലുള്ളവരുടെ സേവനങ്ങൾ വാക്കുകൾക്കും അപ്പുറമായിരുന്നു. ആശുപത്രികൾ മുഴുവൻ രോഗികളാൽ നിറഞ്ഞു കവിഞ്ഞു. പലരുടെയും അവസ്ഥ ദയനീയമായിരുന്നു. ലോകം മുഴുവനും ഭീതിയോടെയാണ് കോവിഡിനെ കുറിച്ച് ഓർക്കുന്നത്. കോവിഡ് നമ്മളെ വീടിനുള്ളിൽ തളച്ചിട്ടു. ലോകം മുഴുവൻ സഞ്ചരിച്ച മനുഷ്യനെ ഇത് മാനസിക സംഘർഷത്തിലേക്ക് നയിച്ചു. അതുകൊണ്ട് തന്നെ കോവിഡ് തിരിച്ചു വരുന്നു എന്ന വാർത്ത നെഞ്ചിടിപ്പോടെ മാത്രമേ നമുക്ക് കേൾക്കാനാകൂ. ആ മഹാമാരി ഇനി തിരിച്ചു വരാതിരിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.